വെൽക്കം ബാക്ക് ടു എറ്റ് സ്പേസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നടാ? സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റെവല്യൂഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ പാർട്ട് 3 പോവാണ്, ദ ഫെബ്രുവരി റെവല്യൂഷൻ ഇൻ പെട്രോഗ്രാഡ്. അപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. റീഡർ എല്ലാവരുടെയും ഓപ്പൺ ആണെന്ന് വിശ്വസിക്കുന്നു. ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് പോവാം. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ഇത് വായിക്കും, എന്നിട്ട് മലയാളത്തിൽ ഇത് ആ ഒരു പാരഗ്രാഫിന്റെ സമ്മറി പറഞ്ഞു തരും. അപ്പോൾ അതിന്റെ പോയിന്റ്സ് നിങ്ങൾ സൈഡിലെ ആ ഒരു സ്പേസിൽ ജോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാകുമ്പം പിന്നെ വായിക്കുമ്പോഴത്തേക്കിനും പൊടി തട്ടാൻ എളുപ്പമാണ്. Okay, in the winter of 1917, condition in the capital Petrograd were grim. The layout of the city seemed to emphasize the division among its people. The workers' quarters and factories were located on the right side of the bank of the river Neva. On the left bank were the fashionable areas and the Winter Palace, the official buildings, including the palace where the Duma met. In February 1917, food shortages were deeply felt in the workers' quarters. The winter was very cold. There had been exceptional frost and heavy snow. Parliamentarians wishing to preserve elected government were opposed to the Tsar's desire to dissolve the Duma. അതായത് 1917 ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള തണുപ്പുള്ള സമയമായിരുന്നു. തണുപ്പുള്ള സമയമായിരുന്നു. അന്ന് റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? പെട്രോഗ്രാഡ് ആയിരുന്നു. ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ഒരു നഗരത്തിൽ, ആ ഒരു സിറ്റിയിൽ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റിയിലേക്ക് നമ്മളിങ്ങനെ പോവാ. നിങ്ങളിങ്ങനെ കണ്ണടച്ചിങ്ങനെ ആലോചിച്ചു, നമ്മൾ ആ സിറ്റിയിലേക്ക് ഇങ്ങനെ പോവാ. ആ സമയത്ത് നമ്മൾ ഒരിടത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു വശത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ലേബേഴ്സ്, ഫാക്ടറികൾ, അങ്ങനെ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നു. നമ്മൾ പെട്ടെന്നൊന്ന് തല തിരിഞ്ഞ് അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ വലിയ കൊട്ടാരങ്ങളും ഇങ്ങനെ ലക്ഷറി ലൈഫ്, അങ്ങനെ ഒരു ജീവിതം. അപ്പൊ ആ ഒരു സിറ്റിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവിഷൻ കാണാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തണുപ്പും പട്ടിണിയും. 1917 ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും പാവപ്പെട്ട തൊഴിലാളികൾ, ആ ഒരു ലേബേഴ്സിനൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഫുഡിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പൊ ഒന്നാമത് നല്ല തണുപ്പുണ്ട്. അപ്പൊ ആ ഒരു തണുപ്പിൽ കഴിക്കാൻ പോലും ഭക്ഷണമില്ല. തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ കഴിക്കാനും ഭക്ഷണമില്ല, തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാനും പറ്റില്ല. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ആ ഒരു 1917 ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡിന്റെ ഷോർട്ടേജ് വന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കിനും നല്ല ഒരു ഹെവി വിന്റർ ഉള്ള സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് തണുപ്പും പട്ടിണി ആയപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് സാർ നിക്കോളസ് ടൂവിനെ പറ്റി പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ്. പുള്ളിക്കാരന്റെ പവർ ആർക്കും വിട്ടുകൊടുക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂമ ഫോം ചെയ്യുന്നു, എലക്റ്റഡ് പാർലമെന്റ് ഫോം ചെയ്തായിരുന്നു അല്ലെ? അപ്പൊ ആ സമയത്ത് സാർ നിക്കോളസ് ടൂവിന് തന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്താണ് അങ്ങനെ രാജാവ് ചെയ്തതെന്നും ചോദിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്തു? സർക്കാരും ഈ ഒരു സാർ നിക്കോളസ് ടൂവും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അപ്പൊ നാട്ടിലെ ഡൂമയെന്ന് അങ്ങ് പിരിച്ചു വിടണമെന്നായിരുന്നു രാജാവിന്റെ ആഗ്രഹം. സാറിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സാറിന് ഇഷ്ടമല്ല. അപ്പം സാർ നിക്കോളസ് ഡ്യൂമയെ പിരിച്ചുവിടണമെന്നായിരുന്നു സാറിന്റെ ആഗ്രഹം. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് തന്നെ അവിടെ നിൽക്കണമെന്നായിരുന്നു പാർലമെന്റ് അംഗങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ബിക്കോസ് ഓട്ടോക്രസി ആവുമ്പോൾ എന്താണ് പ്രശ്നം? ഓട്ടോക്രസി ആവുമ്പോൾ ഒരാളെ മാത്രമായിരിക്കും അതിന്റെ ഹെഡ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അതൊരിക്കലും ഒരു നല്ലതിനാവത്തില്ല. കാരണം ഒരാൾ അൾട്ടിമേറ്റ് പവർ ആവുമ്പോഴത്തേക്കിനും അതൊരിക്കലും നല്ലതിനാവത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ജനങ്ങളുടെ വിശപ്പും ഈ ഒരു വലിയ ആൾക്കാരുടെ തർക്കവും കൂടെ ആ ഒരു മൊത്തത്തിലൊരു പ്രശ്നങ്ങൾ ആയപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു ടൈം പീരീഡ് ആയിരുന്നു. അപ്പൊ വല്ലാത്തൊരു പ്രശ്നത്തിൽ എത്തി എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മെയിൻ ആയിട്ട് അണ്ടർലൈൻ ചെയ്തേക്കുന്ന പെട്രോഗ്രാഡ്, റിവർ നേവ, ഫെബ്രുവരിയിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത് എലക്റ്റഡ് ഗവൺമെന്റ് വരണമായിരുന്നു. പക്ഷെ സാർ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പുള്ളിക്കാരന്റെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് പ്രിസർവ്ഡ് ആയിട്ട് എലക്റ്റഡ് ഗവൺമെന്റ് വേണമായിരുന്നു. ഓക്കെ ആണേ? പക്കയാണേ? അടുത്ത പാരയിലേക്ക് പോയാലോ? On 22nd February, a lockout took place at a factory on the right bank. The next day, workers in 50 factories called a strike in sympathy. In many factories, women led the way to strikes. This came to be called the International Women's Day. Underline ചെയ്തേ. Demonstrating workers crossed from the factory quarters to the center of the capital, the Nevsky Prospect.
At this stage, no political parties was actively organizing the government. As the fashionable quarters and official buildings were surrounded by workers, the government imposed a curfew. Demonstrators dispersed by the evening, but they came back on 24th and 25th. The government called out the cavalry and police to keep an eye on them. അതായത് ഫെബ്രുവരിയിലെ സമരം ഫെബ്രുവരി 22-ന് നദിയുടെ റൈറ്റ് ബാങ്കിൽ, അതായത് ഇവിടെ ഫസ്റ്റ് കൊടുത്തേക്കുന്ന റൈറ്റ് ബാങ്കിൽ ഒരു ഫാക്ടറി പൂട്ടിപ്പോയി. ഓക്കെ, ലോക്കൗട്ടായി. അപ്പൊ അടുത്ത ദിവസം തന്നെ 50ഓളം ഫാക്ടറികളിലെ ലേബേഴ്സും അതിന്റെ പിന്തുണച്ച് സ്ട്രൈക്ക് ഒക്കെ വന്നു. ഒരു 22 ഫെബ്രുവരിയില് നദിയുടെ റൈറ്റ് സൈഡിലെ നദിയിലെ ഒരു റൈറ്റ് സൈഡിലെ ഫാക്ടറി പൂട്ടിപ്പോയി. അപ്പൊ 50ഓളം ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്തു. അപ്പം അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ ഒരു സമരങ്ങളിലൊക്കെ ഭൂരിഭാഗവും അല്ലെങ്കിൽ പലതിനൊക്കെ ലീഡർഷിപ്പ് കൊടുത്തത് ആരാണ്? സ്ത്രീകളാണ്. അപ്പം അതുകൊണ്ടാണ് ആ ദിവസത്തെ പിന്നീട് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഈ ഒരു സമരങ്ങളിൽ മോസ്റ്റ് ലീഡർഷിപ്പ് നൽകിയത് വുമൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ദിവസത്തെ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഓക്കെ ആണ്. പിന്നെ നഗരത്തിലേക്ക് മാർച്ച്. അപ്പൊ തൊഴിലാളികൾ കൂട്ടത്തോടെ ഒരു ഗ്രൂപ്പായിട്ട് നഗരത്തിന്റെ നടുഭാഗത്തിലേക്ക് നെവ്സ്കി പ്രോസ്പെക്റ്റിലേക്ക് മാർച്ച് ചെയ്തു. ഓക്കെ, അന്ന് ആ സമരത്തിന് പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ല അവരങ്ങനെ മാർച്ച് നടത്തി ആ ഒരു സെന്ററിലേക്ക് പോയത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, നോ പൊളിറ്റിക്കൽ പാർട്ടി വാസ് ആക്റ്റീവ്ലി ഓർഗനൈസിങ് ദ മൂവ്മെന്റ്. പിന്നെ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരാം, മിസ് ഈ സെന്റർ ഓഫ് ക്യാപിറ്റൽ അപ്പം മറ്റേ പെട്രോഗ്രാഡും ക്യാപിറ്റൽ തന്നെയല്ലേ, അപ്പൊ ഇതും ക്യാപിറ്റലാണോ? അതല്ലടാ. ഈ നെവ്സ്കി പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അല്ല. റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെട്രോഗ്രാഡ് തന്നെയാണ്. ഈ നെവ്സ്കി പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യാപിറ്റൽ നഗരത്തിന്റെ സിറ്റിയുടെ പെട്രോഗ്രാഡിന്റെ നടുഭാഗത്തുള്ള ഒരു പ്രധാന ഒരു റോഡ് മാത്രമാണ്, ഒരു തെരുവ് മാത്രമാണ്, സെന്റർ ഓഫ് ദ ക്യാപിറ്റൽ മാത്രമാണ്. അപ്പൊ പണക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെയുള്ള നഗരത്തിന്റെ മെയിൻ സ്ഥലത്തേക്ക് സമരക്കാരൊക്കെ മാർച്ച് ചെയ്തെത്തിയത് ഈ ഒരു റോഡ്, ഈ ഒരു നെവ്സ്കി പ്രോസ്പെക്റ്റ് വഴിയാണ്. അല്ലാതെ അതല്ല ക്യാപിറ്റൽ കേട്ടോ, സെന്റർ ഓഫ് ദ ക്യാപിറ്റൽ ആണ്, അല്ലാതെ ക്യാപിറ്റൽ അല്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെന്താണ്, അറ്റ് ദി സ്റ്റേജ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നില്ല. സർക്കാരിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? പണക്കാരുടെ ഏരിയയും ഗവൺമെന്റ് ഓഫീസുകളൊക്കെ തൊഴിലാളികൾ ഇങ്ങനെ ചുറ്റും വളഞ്ഞപ്പോൾ സർക്കാർ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചു. കർഫ്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കോവിഡ് സമയത്തൊക്കെ കണ്ടല്ലേ, നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സംഭവം, അതാണ് കർഫ്യൂ. അപ്പം ഇങ്ങനൊരു മാർച്ചിങ് ഒക്കെ വന്നപ്പം ഗവൺമെന്റ് അതിന് കർഫ്യൂ പ്രഖ്യാപിച്ചു. അപ്പൊ രാത്രി ആയപ്പോഴത്തേക്കും സമരക്കാരൊക്കെ പിരിഞ്ഞുപോയി. പക്ഷെ അവരെങ്ങനെ താഴ്ന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഫെബ്രുവരി 24, 25 ആയപ്പോഴത്തേക്കിനും അവർ വീണ്ടും തിരിച്ചെത്തി. അപ്പൊ ഇതുകൊണ്ട് ഗവൺമെന്റ് അവിടുത്തെ കണ്ടീഷനും എന്താണ് നടക്കുന്നതെന്നൊക്കെ നോക്കാനായിട്ട് ആരെ ഏർപ്പെടുത്തി? കാവൽറി, അതുപോലെ അല്ലെങ്കിൽ പോലീസ്, അങ്ങനെയൊക്കെ അവരെയൊക്കെ ഏർപ്പെടുത്തി. ഇനി കാവൽറി എന്താണ്? കാവൽറി എന്ന് വെച്ചാൽ ഈ കുതിരപ്പുറത്ത്, നിങ്ങൾ ഈ സിനിമ കാണത്തില്ലേ, ഇപ്പം ധീര സിനിമയ്ക്കകത്തൊക്കെ എങ്ങനെയാണ് ധീര മറ്റേ കുതിരയുടെ പുറത്ത് വരുന്നത്, അപ്പൊ അതുമാതിരി തന്നെ ഈ കുതിരപ്പുറത്ത് കയറി യുദ്ധം ഒക്കെ ചെയ്യുന്ന കുതിരപ്പട്ടാളങ്ങളാണ് കാവൽറി. ആരാണ്? ഈ കുതിരപ്പുറത്തൊക്കെ കയറി യുദ്ധം ചെയ്യുന്ന കുതിരപ്പട്ടാളങ്ങളാണ് കാവൽറി എന്ന് വിളിക്കുന്നത്. അപ്പൊ പഴയ കാലത്ത് ഈ സർക്കാരെയും അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ അടിച്ചമർത്താനായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് സർക്കാർ ഈ കുതിരപ്പട്ടാളങ്ങളെ ആയിരുന്നു ഏർപ്പാടാക്കിയത്. മനസ്സിലായോ? പക്കയാണോ? അടുത്ത പാരഗ്രാഫ്. On Sunday, 25th February, the government suspended the Duma. Politicians spoke out against the measure. Demonstrators returned in force to the street of the left bank on 26th. On the 27th, the police headquarters were ransacked. The street thronged with people raising slogans about bread, wages, better hours, and democracy. The government tried to control the situation and called out the cavalry once again. However, the cavalry refused to fire on the demonstrators. An officer was shot at the barracks of a regiment, and 3 other regiments mutinied, voting to join the striking workers. By that evening, soldiers. ഈ ഒരു ഇതിന്റെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കാണാം കേട്ടോ.
അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? ഇതിനകത്തെന്ന് പറയുന്നത് പാർലമെന്റ് എന്താണ് ഫെബ്രുവരി 25 ഞായറാഴ്ച സർക്കാർ ഡൂമ അങ്ങ് പിരിച്ച ഈ ഓഗസ്റ്റ് 2 എന്നൊക്കെ പറയുന്ന ഡേറ്റ് മാറ്റി ഫെബ്രുവരി 25 ഞായറാഴ്ച സർക്കാർ ഡ്യൂമ അങ്ങ് പിരിച്ചുവിട്ടു. ഓക്കെ, സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിനെതിരെ എന്താണ് ഓഫ് കോഴ്സ് എന്താണ് സ്ട്രൈക്സ് ഉണ്ടായി, രാഷ്ട്രീയക്കാർ പ്രതികരിക്കാൻ തുടങ്ങി. എന്താണ് ശക്തമായിട്ട് അവർ പ്രതികരിച്ചു. ഓക്കെ, 25 ഞായറാഴ്ച സർക്കാർ ഡ്യൂമ അങ്ങ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിനെതിരെ എന്താണ് രാഷ്ട്രീയക്കാർ ശക്തമായിട്ട് പ്രതികരിച്ചു. ഓക്കെയാണ്. പിന്നെ എന്താണ് തെരുവിലേക്ക് ഇറങ്ങിയ ജനങ്ങളൊക്കെ 26 എന്താണ് സമരക്കാർ സർക്കാർ എന്താണ് ആ ഒരു സിറ്റിയുടെ ഓരോ വശത്തിലൊക്കെ ആയിട്ട് വീണ്ടും വന്നു. അതായത് 26 ആൾക്കാർ വീണ്ടും ഒക്കെ വരാൻ തുടങ്ങി. 27 അവര് പോലീസിന്റെ ആ ഒരു സ്ഥാപനമൊക്കെ അങ്ങ് തകർത്തു. അപ്പൊ തെരുവുകൾ ആ ഒരു സ്ട്രീറ്റ്സ് മൊത്തം ഭക്ഷണം, കൂലി, മികച്ച ജോലി, സമയം, നമുക്കൊരു ജനാധിപത്യം എന്നീ ഒരു സ്ലോഗൻസ് ആയിട്ട് ആൾക്കാരിങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? പിന്നെ പട്ടാളക്കാരെന്താണ് ഒരു മറുകണ്ഠം ചാടി ഇവിടെ. അതായത് ജനങ്ങളെ ഒതുക്കാനായിട്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ കാവലറി. അപ്പൊ അവരെ വീണ്ടും എന്താണ് സർക്കാർ വീണ്ടും കുതിരപ്പട്ടാളത്തെ ഇറക്കി. പക്ഷെ അങ്ങനെ ഇറക്കിയെങ്കിലും അവര് സമരക്കാരുടെ നേരെ, ഈ ഒരു ഡെമോൺസ്ട്രേറ്റേഴ്സിന്റെ നേരെ വെടി ഉയർത്താൻ അവര് സമ്മതിച്ചില്ല. അവര് വിസമ്മതിച്ചു അതിന്. പിന്നെ മ്യൂട്ടിനി എന്ന് വെച്ചാൽ കലാപം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഒരു റെജിമെന്റിലെ ഒരു ഓഫീസറിന്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഓഫീസർ വാസ് ഷോട്ട് അറ്റ് ദ ബറാക്സ് ഓഫ് എൻ റെജിമെന്റ്. അപ്പൊ അവിടെ ഒരു ഓഫീസറിന് എന്താണ് വെടിയേറ്റു. അപ്പം അതോടെ മറ്റ് 3 റെജിമെന്റിലെ പട്ടാളക്കാരും എന്താണ് സർക്കാരിനെതിരെ അങ്ങ് തിരിഞ്ഞു. അപ്പം സമരക്കാരെ തൊഴിലാളികൾക്കൊക്കെ ഒപ്പം ചേരാൻ അവർ തീരുമാനിച്ചു. ആര്? പട്ടാളക്കാരും. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാണ് വെടിയേറ്റത്. അപ്പം എന്താണ് അവര് തിരിഞ്ഞു. അങ്ങനെയാണ് ആ ഒരു സംഭവമാണ് ഈ ഒരു പാരഗ്രാഫിൽ. അടുത്ത പാരയിലേക്ക് പോയാലോ? ഇതുവരെ പറഞ്ഞത് പക്കയാണേ, സെറ്റാണേ? ഒന്ന് വായിച്ചു നോക്കി. ഒരു ഡൗട്ടും ഇല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ഇടണേ. Striking workers had gathered to form a Soviet or a council in the same building as the Duma met. This was the Petrograd Soviet. Underline. The very next day, a delegation went to see the Tsar. Military commanders advised him to abdicate. He followed their advice and abdicated on 2nd of March. Soviet leaders and the Duma leaders formed a provisional government to run the country. Russia's future would be decided by a constituent assembly elected on the basis of universal adult suffrage. Petrograd had led the February revolution that brought down the monarchy in February 1970. എന്താണ് ഈ സംഭവം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ്. ഞാൻ കുറേ ഈ റെഡിലും മഞ്ഞയിലും എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും നിങ്ങളുടെ എന്താണ് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം. ഈ ഒരു എന്താണ് പെട്രോഗ്രാഡ് സോവിയറ്റ് അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ സമരക്കാരായ ഈ തൊഴിലാളികളും പട്ടാളക്കാരും ഒക്കെ ചേർന്ന് ഡൂമ, അതായത് പാർലമെന്റ്, അപ്പം കൂടിയ ആ ഒരു എവിടെയാണോ ഈ പാർലമെന്റ് കൂടിയ കെട്ടിടം, ഏത് ബിൽഡിങ്ങിലായിരുന്നോ ആ ഒരു ഡ്യൂമ നമ്മൾ മേക്ക് ചെയ്തത്, അതേ കെട്ടിടത്തിൽ ഒരു സോവിയറ്റ് അഥവാ കൗൺസിൽ രൂപീകരിച്ചു. എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? അവിടെ ആ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ സമരക്കാരായ തൊഴിലാളികളും പട്ടാളക്കാരും ഒക്കെ ചേർന്ന് ഡൂമ എവിടെയാണോ മീറ്റ് ചെയ്തത് അതേ ബിൽഡിങ്ങിൽ തന്നെ അവർ സോവിയറ്റ് അഥവാ കൗൺസിൽ എന്നൊരു സംഭവം രൂപീകരിച്ചു. അപ്പൊ ഇതിനെയാണ് പെട്രോഗ്രാഡ് സോവിയറ്റ് എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ്? ഇപ്പോൾ വാട്ട് ഇസ് പെട്രോഗ്രാഡ് സോവിയറ്റ്? അപ്പൊ എന്ത് പറയണം? ദ ഗ്യാതറിംഗ്, ആ ഒരു എവിടെയാണോ ഡൂമ മേക്ക് ചെയ്തത് ആ ബിൽഡിങ്ങിൽ തന്നെ സ്ട്രൈക്കർ വർക്കേഴ്സ് എല്ലാവരും കൂടെ, പട്ടാളക്കാരും എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സോവിയറ്റ് അഥവാ കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിനെയാണ് നമ്മൾ പെട്രോഗ്രാഡ് സോവിയറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്? ചോദിച്ചാ പറയുവേ. ഓക്കെ. പിന്നെ രാജാവ് അധികാരം ഒഴിഞ്ഞു. അബ്ഡിക്കേറ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഒഴിയുക, അതായത് രാജഭരണം ഒഴിഞ്ഞു പോവുക, റിസൈൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സംഘം ആൾക്കാര് ചക്രവർത്തി, രാജാവൊന്നും നമ്മുടെ ഇതിലില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ അവരെന്ത് ചെയ്തു? രാജാവിനെ കാണാൻ പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? രാജസ്ഥാനം ഒഴിയാൻ അല്ലെങ്കിൽ അബ്ഡിക്കേറ്റ് ചെയ്യാൻ സൈനിക സോൾജിയർ കമാൻഡർമാരുണ്ടല്ലോ ഈ ഒരു സാർ നിക്കോളസിന്റെ ഉപദേശം കൊടുക്കാനായിട്ട്. ഈ രാസ്പുട്ടിൻ പോലെ അഡ്വൈസേഴ്സ്, രാജാവേ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ആ ഒരു ആൾക്കാര്, ഈ സൈനിക കമാൻഡേഴ്സ് ഒക്കെ സാർ നിക്കോളസ് II ഉപദേശം നൽകി. അതായത് ഇങ്ങനെ അബ്ഡിക്കേറ്റ് ചെയ്യുക, അതായിരിക്കും സാറിന്റെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? മിലിറ്ററിക്കാര് പറഞ്ഞു. അപ്പൊ ആ ഒരു ഉപദേശം അനുസരിച്ച് എന്ത് ചെയ്തു? മാർച്ച് 2 രാജാവ് തന്റെ സ്ഥാനം ഒഴിഞ്ഞു.
ഓക്കെയാണ്? പക്കയാണ്? മുന്നോട്ട് പോവാം. ഓക്കെ. താൽക്കാലിക സർക്കാർ, അതായത് പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടൊരു ഗവൺമെന്റ്, അതാണ് പ്രൊവിഷണൽ ഗവൺമെന്റിന് അർത്ഥം, താൽക്കാലിക സർക്കാർ. അപ്പൊ തുടർന്ന് ഈ ഒരു സോവിയറ്റ് നേതാക്കളും ഈ ഡൂമയുടെ ലീഡേഴ്സ് ഒക്കെ ചേർന്ന് രാജ്യം ഭരിക്കാനായിട്ട് ഒരു ടെമ്പററി സർക്കാർ, താൽക്കാലികമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അങ്ങ് രൂപീകരിച്ചു. അപ്പൊ രാജ്യത്തിന്റെ ഭാവി ഡിസൈഡ് ചെയ്യപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെയായിരിക്കും അത് ഉണ്ടാകുന്നത്? വിച്ച് ഇസ് എലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ്. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി ആയിരുന്നു ഈ ഒരു ഇവിടെ പറയേണ്ട മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഒരു വിജയമാണ്. അങ്ങനെയാണ് 1917 ഫെബ്രുവരിയിൽ രാജഭരണത്തെ നമുക്ക് താഴെ ഇറക്കാൻ രാജാവ് മുട്ടുമടക്കേണ്ടി വന്നത് ഇത് കാരണമാണ്. അപ്പം അങ്ങനെ 1917 ഫെബ്രുവരിയിൽ രാജഭരണത്തെ താഴെ ഇറക്കി. ആ ഒരു വലിയ ഫെബ്രുവരി റവല്യൂഷനെ ലീഡർഷിപ്പ്, അതിന്റെ ഒരു നേതൃത്വം നൽകിയതൊക്കെ ഈ ഒരു പെട്രോഗ്രാഡ് നഗരമായിരുന്നു, ആ ഒരു സിറ്റി ആയിരുന്നു. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഇപ്പം പഠിച്ചത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടുള്ള വേർഡ് ഏതാണ്? യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് എന്നാന്ന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താണ്, നമ്മുടെ ഈ എല്ലാ പൗരന്മാർക്കും നമ്മുടെ ഈ ജാതി, മതം, ജെൻഡർ അതൊന്നുമില്ല, നമ്മളിപ്പോൾ കാണത്തില്ലടാ, അതുമാതിരി തന്നെ എങ്ങനെയാണോ എല്ലാവർക്കും വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉള്ളത്, അതാണ് ഇപ്പൊ നമ്മൾ പറയത്തില്ല 18 വയസ്സിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാം, ആ സംഭവം തന്നെയാണ് ഈ യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കണ്ടത്. 3.1 ആഫ്റ്റർ ഫെബ്രുവരി. പേജ് എടുത്തോ. Army officials, landowners and industrialists were influential in the provisional government, but the liberals as well as socialists among them worked towards an elected government. Restrictions on public meetings and associations were removed. Soviets like the Petrograd Soviet were set up everywhere, though no common system of election was followed. In April 1917, the Bolshevik leader Vladimir Lenin returned to Russia from his exile. He and the Bolshevik had opposed the war since 1914. Now he felt it was time for Soviet to take over power. He declared that the war be brought to a close, land be transferred to the peasants, and banks be nationalized. These three demands were Lenin's April thesis. Underline, very, very, very important. He also argued that Bolshevik party rename itself as the Communist Party to indicate its new radical aims. Most others in the Bolshevik party were initially surprised by the April thesis. They thought that the time was not yet right for it. ബാക്കി നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നോക്കാം. നമുക്ക് ഇപ്പൊ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ആർമി ഒഫീഷ്യൽസും ലാൻഡ് ഓണേഴ്സും ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര നല്ല സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയി. പക്ഷേ ഈ ലിബറൽസും സോഷ്യലിസ്റ്റും ഒക്കെ ഒരു എലക്ടഡ് ഗവൺമെന്റിന് നേരെയായിരുന്നു, അവർ അതിന് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പബ്ലിക് മീറ്റിംഗ്, അസോസിയേഷനൊക്കെ പണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ മാറ്റി. ഈ സോവിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഹിറ്റ് ആയതോടെ ഈ ഒരു പെട്രോഗ്രാഡ് സോവിയറ്റ് എല്ലായിടത്തും അങ്ങ് സെറ്റപ്പായി. നമ്മുടെ നാട്ടില് ഇപ്പം ഒരു പുതിയൊരു ട്രെൻഡ് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ, ഒരു റീൽ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് മിനിമം ഇത്ര പേര് തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എല്ലാവരും അത് ഫോളോ ചെയ്യല്ലേ, ഒരു ട്രെൻഡ് അവിടെ ഫോളോ ചെയ്യുമല്ലോ ഒരുപാട് പേര്. അപ്പൊ അതുപോലെ തന്നെ സോവിയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, പെട്രോഗ്രാഡ് സോവിയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ക്ലിക്ക് ആയതോടെ എല്ലായിടത്തും പെട്രോഗ്രാഡ് സോവിയറ്റ് വന്നു. പക്ഷെ അവിടെ കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് എലക്ഷൻ ഒന്നും അവിടെ ഫോളോ ചെയ്തിരുന്നില്ല. ഏപ്രിലില് 1917 ബോൾഷെവിക് പാർട്ടി ആരൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ബോൾഷെവിക് ലീഡറായ വ്ളാഡിമിർ ലെനിൻ എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് പുള്ളിക്കാരനെ കടത്തിവിട്ടതായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ എക്സൈലിൽ നിന്ന് തിരിച്ചു വന്നു. ഏപ്രിലില് 1917 ബോൾഷെവിക് നേതാവായ വ്ളാഡിമിർ ലെനിൻ നാടുകടത്തലിൽ നിന്ന് റഷ്യയിലേക്ക് തിരിച്ചെത്തി. ഓക്കെയാണ്. ഇനിയും ഈ ഒരു സോവിയറ്റിന്റെ അധികാരം ഇനിയും സോവിയറ്റ് വേണം ഇതിന്റെ അധികാരമൊക്കെ ഏറ്റെടുക്കേണ്ടതെന്ന് പുള്ളിക്കാരൻ കരുതി. ആര് കരുതി? വ്ളാഡിമിർ ലെനിൻ കരുതി. അപ്പൊ എന്താണ് ഈ ഒരു
ആ ഒരു വ്ളാഡിമിർ ലെനിൻ അദ്ദേഹം മുന്നോട്ട് വെച്ച 3 പ്രധാനമായിട്ടുള്ള ഡിമാൻഡ്സ് എന്തൊക്കെയായിരുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ റെഡ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ലെനിൻസ് ഏപ്രിൽ തീസിസ് എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്താണ് ആദ്യം പറഞ്ഞത്? ഫസ്റ്റ് ഡിമാൻഡ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തേ, യുദ്ധം അവസാനിപ്പിക്കുക, വാർ എൻഡ് ചെയ്യുക, വാർ ബി ബ്രോട്ട് ടു എ ക്ലോസ്. ഇവിടെ കണ്ടില്ലേ, വാർ ബി ബ്രോട്ട് ടു എ ക്ലോസ്. അത് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തോ. Second point, land be transferred to the peasants. Okay, land be transferred to the peasants. ഭൂമിയൊക്കെ കർഷകർക്ക് കൈമാറുക. മാർക്ക് ചെയ്തോ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട്. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ബാങ്കുകളൊക്കെ എന്താണ് നാഷണലൈസ്ഡ് ആക്കുക. എന്തൊക്കെയാണ് 3 പോയിന്റ്? ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുക കർഷകർക്ക്, ബാങ്ക്സ് നാഷണലൈസ്ഡ് ആക്കുക, അതുപോലെ തന്നെ വാർ എൻഡ്. ഈ ബാങ്ക് നാഷണലൈസ്ഡ് ആക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇപ്പം ഒരു സിംഗിൾ പേഴ്സന്റെ ഒരൊറ്റ ഒരാളുടെയിലാണ് ഈ ബാങ്കുകളുടെ ഒക്കെ ആ ഒരു ഓണർഷിപ്പും നിയന്ത്രണവും ഒക്കെ ഒരു സ്വകാര്യ വ്യക്തിയുടെയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ഗവൺമെന്റ്, സർക്കാരിന് നേരിട്ട് എന്താണ് അവരുടെ കയ്യിലാക്കുക എന്നുള്ളതാണ് ബാങ്ക് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അത് ഒന്നുമില്ല, ബാങ്കുകളൊക്കെ ഒരാളുടെയിൽ നിന്ന് അവരായിരിക്കും അതിന്റെ ഓണർ. അപ്പൊ അവരുടെ ഓണർഷിപ്പ് മാറ്റിയിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലാക്കുക എന്നുള്ളതാണ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ആക്കുക എന്നുള്ളതിന്റെ മീനിങ്. മനസ്സിലായേ? ഒക്കെയാണ്, ഡൗട്ടൊന്നും ഇല്ലേ? മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ലെനിന്റെ ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞു. കൂടാതെ തന്നെ ഈ ഒരു എന്താണ് ഞങ്ങളുടെ ഒരു കംബാക്ക് ആണത്. അപ്പൊ ഞങ്ങൾ പുതിയ ലുക്കിലും ഗെറ്റപ്പിലും ഒക്കെ വരണമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചു. അപ്പം ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് ബോൾഷെവിക് പാർട്ടി ആയിരുന്നല്ലോ ആളുടെ പാർട്ടി, അപ്പൊ ആ പാർട്ടിയെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് റീനെയിം ചെയ്യാം. എന്നാലേ നമുക്ക് ഈ ഒരു ഡിമാൻഡിനൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊരു ക്ലാസ് ഉണ്ടാവത്തുള്ളൂ സാറേ എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരൻ പറഞ്ഞു. ടു ഇൻഡിക്കേറ്റ് ഇറ്റ്സ് ന്യൂ റാഡിക്കൽ എയിംസ്. മോസ്റ്റ് അതേഴ്സ് ഇൻ ദ ബോൾഷെവിക് പാർട്ടി. അതിപ്പം ആ ബോൾഷെവിക് പാർട്ടിക്കകത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പോഴേ ഇത് വേണോ, ഇപ്പൊ ഇതിനുള്ള സമയമായോ എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരുന്നു അവരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായേ? ആഫ്റ്റർ ഫെബ്രുവരി. ഓക്കെയാണ്. അടുത്ത പേജിലേക്ക് പോവാം. Socialist revolution and the provisional government needed to be supported, but the developments of the society must change their attitude. Through the summer of the workers' movement spread in industrial areas, factories, committees were formed which began questioning the way industrialists ran their factories. Trade unions grew in the number. Soldiers' committees were formed in the army. In June, about 500 Soviets sent representatives to an all-Russian Congress of Soviet. As the provisional government saw its power reduce and Bolshevik influence grow, it decided to take a stern measure against the spreading discontent. It resisted attempts by workers to run factories and began arresting leaders. Popular demonstrations staged by the Bolshevik in July 1917 were sternly repressed. Many Bolshevik leaders had to go into hiding or flee. Meanwhile, in the countryside, peasants and their socialist revolutionary leaders pressed for a redistribution of land. Land committees were formed to handle this. Encouraged by the socialist revolutionaries, peasants seized land between July and September 1917. ഇത്രയും വലിയൊരു പാരഗ്രാഫ് എന്തുവാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ വേനൽക്കാലം, അതായത് സമ്മർ ടൈമിൽ ഈ തൊഴിലാളികളുടെ ആ ഒരു സമരം എന്ന് പറയുന്നത്, ആ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് അങ്ങ് എന്താണ് കത്തി ജ്വലിച്ച് പടർന്ന് പന്തലിച്ച് ആ ഒരു രീതിയിൽ അങ്ങ് ഭയങ്കര ഹിറ്റായി. അപ്പം ഇൻഡസ്ട്രിയൽ ഏരിയാസിലും എന്താണ് ഫാക്ടറി കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തു. ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ഫാക്ടറി കമ്മിറ്റി ഫോം ചെയ്തു. അപ്പൊ ഫാക്ടറി കമ്മിറ്റി ഫോം ചെയ്തപ്പോഴത്തേക്കിനും അവരെന്ത് ചെയ്തു, ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടല്ലോ, ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന ആൾക്കാർ, ആ ഇൻഡസ്ട്രിയലിസ്റ്റിന് അവരെങ്ങനെയാണ് തന്റെ ഫാക്ടറികളൊക്കെ റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം വരെ ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ട്രേഡ് യൂണിയൻസ് ഗ്രൂ ഇൻ ദ നമ്പർ. പിന്നെ ഇപ്പം എന്താണ് എല്ലാവർക്കും കമ്മിറ്റി ഉണ്ട്, എന്നാ പിന്നെ നമുക്കും ഇരിക്കട്ടൊരണം എന്നുള്ള രീതിയിൽ സോൾജേഴ്സിന്റെ കമ്മിറ്റീസ് ഫോം ചെയ്തു. അപ്പൊ ഈ ജൂണിലൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു 500 സോവിയറ്റോളം എല്ലായിടത്തും വന്നു. സോവിയറ്റ് എന്ന് പറയുന്ന സംഭവം ക്ലിക്കായി. അപ്പൊ എന്താണ് എല്ലാവരും സോവിയറ്റ് അങ്ങ് ഇപ്പം ഈ ഇടയ്ക്ക് ബാഗി ജീൻസ് ട്രെൻഡായി അല്ലേ. അപ്പം എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ബാഗി ജീൻസ് കാണാം. ചിലവരിടാത്തവരുണ്ടായിരിക്കാം, കുറെ പേര് ഇടുന്നവരുണ്ടായിരിക്കും അല്ലെ. അപ്പം ഒരു സംഭവം ക്ലിക്ക് ആവുമ്പോൾ എല്ലാവരുടെ കയ്യിലും അതിന്റെ ഒരു സംഭവം കാണും. അപ്പൊ അതുമാതിരി തന്നെ എന്താണ് 500 സോവിയറ്റ് ഒരു സംഭവം,
അങ്ങനെ കുറേ സോവിയറ്റുകൾ അങ്ങനെ ഉണ്ടായി. അപ്പൊ ഈ 500 സോവിയറ്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഒരു ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് ഫോം ചെയ്യാനായിട്ട് വിട്ടു. അപ്പൊ എന്താണ്, സോവിയറ്റ് ഫോം ചെയ്ത് അവസാനം ഒരു ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് വരെ ഫോം ചെയ്തു. മനസ്സിലായേ? പിന്നെ അപ്പോഴാണ് ആസ് ദ പ്രൊഫഷണൽ ഗവൺമെന്റ് സോ ഇറ്റ്സ് പവർ റെഡ്യൂസ് ദ ബോൾഷെവിക് ഇൻഫ്ലുവൻസ്. അതായത് ഈ ഇൻഫ്ലുവൻസ്, ഈ ഒരു ബോൾഷെവിക്കിന്റെ ഇൻഫ്ലുവൻസ് കൂടി. അതായത് വ്ളാഡിമിർ ലെനിൻ ഒക്കെ ഇല്ലേ, അപ്പം പുള്ളിക്കാരന്റെ ഡിമാൻഡും പുള്ളിക്കാരൻ അങ്ങ് ഹിറ്റായി. ഈ ഒരു ബോൾഷെവിക് ഇൻഫ്ലുവൻസ് അങ്ങ് കൂടി. അപ്പൊ ദാണ്ട്ര അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിന്, അവരായിരുന്നല്ലോ താൽക്കാലിക ഗവൺമെന്റ് ആയിട്ട് റഷ്യ ഭരിക്കാൻ ഇരുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അപ്പൊ ഞാനാരാ പൊട്ടനാ, ആ ഒരു രീതിയിൽ അവർക്കൊരു മൈൻഡ് സെറ്റ് വന്നു. കാരണം അവരാണ് ഗവൺമെന്റ്, പക്ഷെ ഇൻഫ്ലുവൻസ് ആരാണ്, ബോൾഷെവിക്കിൽ നിന്ന് കൂടുതൽ ഇൻഫ്ലുവൻസ് ആയി. അപ്പൊ എന്താണ് അവരെന്ത് തീരുമാനിച്ചു കാണും, ഓഫ് കോഴ്സ് ഇനി ഇവനെ വളരാൻ നമ്മൾ അനുവദിച്ചൂടാ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കായി. അപ്പൊ എന്ത് ചെയ്തു, അവര് അതിനെതിരെ ശക്തമായിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ തുടങ്ങി. ഇറ്റ് resisted attempts by the workers to run factories and began arresting leaders. ഈ കണ്ടവനെ എല്ലാവരെയൊക്കെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മിക്കവരെ അതിന്റെ ലീഡേഴ്സിനെ ഫാക്ടറികളൊന്നും റൺ ചെയ്യാൻ അവരെ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ ബോൾഷെവിക്സ് ജൂലൈ 1917 അവര് ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനെയൊക്കെ അടിച്ചമർത്തി. അപ്പം പിന്നെ ബോൾഷെവിക് ലീഡേഴ്സിന് കുറെ പേർക്ക് ഒളിവിൽ പോവേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുമ്പോഴത്തേക്കിനും വേറൊരു സൈഡില് മറ്റ് വേറെ കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത്. കൺട്രി സൈഡിലേക്ക് നമ്മൾ പോവാം. കൺട്രി സൈഡിലേക്ക് പോകുമ്പോൾ ഈ പെസൻസും പിന്നെ അവരുടെ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി ലീഡേഴ്സും ഒക്കെ ലാൻഡിലെ അവരുടെ ഭൂമി അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമുക്ക് ഒന്നും കൂടെ വീതിച്ച് തരണമെന്നുള്ള രീതിയിൽ അവർ അത് മുന്നോട്ട് വെച്ചു, ആ ഡിമാൻഡ്. അങ്ങനെ ഈ ലാൻഡ് കമ്മിറ്റീസ് ഒക്കെ ഫോം ചെയ്തിരുന്നു. ഈ ഒരു അതായത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എന്നുള്ള ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ലാൻഡ് കമ്മിറ്റീസ് ഒക്കെ ഫോം ചെയ്തിരുന്നു. അപ്പം ഇതിനെ ഞങ്ങൾ കട്ട സപ്പോർട്ട് പുറകിലുണ്ടെന്നുള്ള രീതിയിൽ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസ് പറഞ്ഞു. അങ്ങനെ പെസൻസ് ഈ വലിയ ആൾക്കാരുടെ ഭൂമിയൊക്കെ കൈപ്പറ്റി ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ 1917. അത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായേ? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലിലേക്ക് പോവാം കേട്ടോ. അപ്പം അടുത്ത പേജിലേക്ക് പോവാം. The Revolution of October 1970. ഓക്കെ, ഇത് ലാസ്റ്റ് പാർട്ടാണ് ഈ ഒരു യൂണിറ്റിന്റെ കേട്ടോ. 3.2. As the conflict between the provisional government and the Bolshevik grew, Lenin feared the provisional government would set up a dictatorship. In September, he began discussion for an uprising against the government. Bolshevik supporters in the army, Soviet and factories were brought together. On 16th October 1917, Lenin persuaded the Petrograd Soviet and the Bolshevik Party to agree to a socialist seizure of power. A military revolutionary committee was appointed by the Soviet under Leon Trotsky to organize the seizure. The date of the event was kept a secret. The uprising began on 24 October. Sensing trouble, Prime Minister Kerensky had left the city to summon troops. At dawn, military men loyal to the government seized the buildings of 2 Bolshevik newspapers. Pro-government troops were sent to take over the telephone and telegraph offices and protect the Winter Palace. In a swift response, the Military Revolutionary Committee ordered its supporters to seize government office and arrest minister. Later in the day, the ship Aurora shelled the Winter Palace. Other vessels sailed down the Neva and took over the various military points. By nightfall, the city was under the committee's control and the ministers had surrendered. At a meeting of All Russian Congress of Soviet in Petrograd, the majority approved the Bolshevik action. Uprising took place in the other city. There were very heavy fighting, especially in the Moscow. But by December, the Bolshevik controlled the Moscow-Petrograd area. ഈ ഒരു പാരഗ്രാഫില്ലേടാ, അതായത് ഈ അപ്രൈസിംഗ് തൊട്ട് മോസ്കോ പെട്രോഗ്രാഡ്, ആ ഒരു പാരഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഇതൊരു 5 മാർക്കിനൊക്കെ ലോങ് ആൻസർ ടൈപ്പിൽ കാണപ്പെടുന്നത്. ഈ സീരീസ് ഓഫ് ഇവന്റ് ആണ്. അങ്ങനെ പോയി ഇങ്ങനെ പോയി അത് വെച്ചു ഇത് വെച്ചു അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവന്റ് ആണ്. അപ്പൊ അതിലൂടെ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ, അതായത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് ഇതിനകത്ത് കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫ് എന്താ നമുക്ക് പറയുന്നത് നോക്കിയാലോ.
അപ്പോൾ ഇങ്ങനൊരു പ്രൊവിഷണൽ ഗവൺമെൻറ്റും നമ്മുടെ ബോൾഷെവിക്കും ഇപ്പം പറഞ്ഞല്ലോ പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് അവരും ബോൾഷെവിക്കും തമ്മിലുള്ള പ്രശ്നം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ കടുത്തു വന്നപ്പോഴത്തേനും ലെനിൻ്റെ മനസ്സിലൊരു പേടി, ഇനി ഇവരെങ്ങാനും ഇനി വല്ല ഡിക്റ്റേറ്റർഷിപ്പ് എല്ലാം കൊണ്ടുവരുമോ, എന്താണ് മിസ്സേ ഈ ഡിക്റ്റേറ്റർഷിപ്പ്. ഈ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാ വരുന്നതെന്നും കൂടെ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സിറ്റിസന്റെ അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോ എന്താണ് ഒരു വിലയും കൊടുക്കാതെ ഒരു തരത്തിലുള്ള ഒരു ഫ്രീഡവും കൊടുക്കാതെ ഒരാളോ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടമോ അപ്പം എല്ലാ അധികാരങ്ങളും സ്വന്തം കയ്യിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഏകാധിപത്യം, അതായത് ഒരു വൺമാൻഷിപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി ഒറ്റ ഒരു ഭരണം, ഒരു തരത്തിലുള്ള ഫ്രീഡം ഇല്ലാത്ത ഒരു ഭരണമാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ഒരു എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഡിക്റ്റേറ്റർഷിപ്പ് കേട്ടോ. ആ ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വല്ലതും കൊണ്ടുവരുമെന്ന് ലെനിന് പേടിയായി. അതാണ് സംഭവം. അപ്പോൾ എന്ത് ചെയ്തു, ലെനിൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേനും പ്രൊവിഷണൽ ഗവൺമെന്റ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമോന്ന് ഓർത്തിട്ട് സെപ്റ്റംബറിൽ ആളെന്ത് ചെയ്തു, ഹി സ്റ്റാർട്ടഡ് ഡിസ്കഷൻ. അതായത് നമുക്ക് ഈ പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരണം, ഒരു ബോൾഷെവിക് സപ്പോർട്ടേഴ്സ് ആർമിയിലും സോവിയറ്റിലും ഫാക്ടറികളിലൊക്കെ ബോൾഷെവിക് സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഗവൺമെന്റിനെ അപ്രൈസ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഡിസ്കഷൻസ് വന്നു. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, പ്ലാൻ എന്തായിരുന്നു അവരുടെ, ഒക്ടോബർ 16 1917 ലെനിൻ എന്ത് ചെയ്തു, പെട്രോഗ്രാഡ് സോവിയറ്റ് ബോൾഷെവിക് പാർട്ടീനും ഒക്കെ ഇങ്ങനെ വശീകരിച്ച് അവരുടെ കയ്യിലാക്കിയിട്ട് അവര് ഒരു സോഷ്യലിസ്റ്റ് സീഷ്യർ ഓഫ് പവർ. സീഷ്യർ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ പവറിനെ ഒരാളുടെ ഒരു സംഭവത്തിൽ നിന്ന് വാങ്ങുക, സീസ് ചെയ്യുക, തട്ടിപ്പറിച്ച് വാങ്ങുക എന്നുള്ളതാണ് സീഷ്യർ ഓഫ് പവർ എന്ന മീനിങ് കേട്ടോ. അപ്പം ബോൾഷെവിക് പാർട്ടി ടു എഗ്രി ടു എ സോഷ്യലിസ്റ്റ് സീഷ്യർ ഓഫ് പവർ. എന്നിട്ട് ഒരു മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആരപ്പോയിന്റ് ചെയ്തു, സോവിയറ്റിന്റെ അണ്ടറിൽ, അതായത് ലിയോൺ ട്രോട്സ്കിയുടെ അണ്ടറിൽ എന്ത് ചെയ്തു, ഒരു മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു സോവിയറ്റ്. എന്തിനായിരുന്നു അങ്ങനെ, ചുമ്മാ അങ്ങ് ആയിരിക്കട്ടെ വരണം എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അല്ല, ഈ ഒരു പവർ സീസ് ചെയ്യാനും അങ്ങനൊരു പവർ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ സീസ് ചെയ്യാനായിട്ട് ഒരു തലവനെ നിയമിച്ചു, ലിയോൺ ട്രോട്സ്കി. അപ്പം ദ ഡേറ്റ് ഓഫ് ദ ഇവന്റ് വാസ്, നമ്മൾ ഇന്നും അതൊരു രഹസ്യമാണ്, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ. ദെൻ എന്തൊക്കെയായിരുന്നു അതിനെ സംബന്ധിച്ച് നടന്നതെന്നാണ്. ഇത്രയും ആ ഒരു സ്റ്റാർ നക്ഷത്രം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തേക്ക്. എന്താണ് സംഭവം, ഒരു 24 ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പ്രൈം മിനിസ്റ്റർ കിരൺസ്കി എന്ത് ചെയ്തു, സിറ്റി ലീവ് ചെയ്തിട്ട്, അതായത് ട്രൂപ്സിനെയൊക്കെ, അതായത് കൂടെ ആൾക്കാരെ വേണമല്ലോ, അപ്പം അതിനെ സംഘടിപ്പിക്കാനായിട്ട് പുള്ളിക്കാരൻ സിറ്റി വിട്ടു. എന്നിട്ട് അറ്റ് dawn, pro-government military men seized the buildings of 2 Bolshevik newspaper. അതായത് ഗവൺമെന്റിന്റെ മിലിറ്ററി ആൾക്കാര് 2 ബിൽഡിങ് സീസ് ചെയ്തു. 2 ബോൾഷെവിക്കിന്റെ പത്രം വിൽക്കുന്ന 2 ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് സീസ് ചെയ്തു. while other troops were sent to take over telephone and telegraph offices and protect the Winter Palace. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാക്കാനായിട്ട് ഈ ഗവൺമെന്റിന്റെ മിലിറ്ററി മെന്നെ വിട്ടു. അവര് സീസ് ചെയ്തു ഈ ബോൾഷെവിക്കിന്റെ കാര്യം. കാരണം അവർ തമ്മിലാണല്ലോ പ്രശ്നം. അപ്പൊ അവനെ ഇനിയും വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ. ഓക്കെ ആണേ. പിന്നെ ദ കൗണ്ടർ അറ്റാക്ക്. അപ്പൊ നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ കയറി മാന്തും എന്നുള്ള രീതിയായിരുന്നു ആർക്ക്, ബോൾഷെവിക്സിന്. അപ്പൊ അവരെന്താ ചെയ്തത്, ഇൻ റെസ്പോൺസ് ദ മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റി ഓർഡേർഡ് ഇറ്റ്സ് സപ്പോർട്ടേഴ്സ് ടു സീസ് ഗവൺമെന്റ്. അപ്പം നമ്മുടെ ഓഫീസ് നിങ്ങളുടെ ഓഫീസ് ഇരിക്കട്ടെ, ഗവൺമെന്റ് ഓഫീസിനെ സീസ് ചെയ്തു. അതുപോലെ മിനിസ്റ്ററിനെ വരെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഗവൺമെന്റ് ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, മനസ്സിലായോ. അപ്പം പിന്നെ അതിന് ശേഷം ഒരു കപ്പൽ അറോറ എന്നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷിപ്പിന്റെ പേരൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം ഷിപ്പ് അറോറ എന്ന് പറയുന്ന ഷിപ്പ്
വിന്റർ പാലസിലെത്തി. എന്നിട്ട് ആൻഡ് അതർ വെസൽസ് സെയിൽ ഡൗൺ ദ നീവ റിവർ ടു ടേക്ക് ഓവർ മിലിറ്ററി പോയിന്റ്സ്. മിലിറ്ററിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എന്ത് ചെയ്തു, ഈ അറോറ ഷിപ്പില് വിന്റർ പാലസിൽ എത്തി. ഓക്കെ, അപ്പം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ ഒരു സിറ്റി, ആ ഒരു സിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ കൺട്രോളിലായിരുന്നു. എന്നിട്ട് മിനിസ്റ്റർ ഒക്കെ സറണ്ടർ ചെയ്തു. ആരുടെ അണ്ടറില്? ഈ ലിയോൺ ട്രോട്സ്കി നയിച്ച മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റിയുടെ അണ്ടറിലായിരുന്നു ആ ഒരു സിറ്റി. എന്നിട്ട് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് ഇൻ പെട്രോഗ്രാഡ് അപ്രൂവ്ഡ്, ഈ ഒരു ആക്ഷൻ അപ്രൂവ് ചെയ്തു. കൊള്ളാം, സൂപ്പർ എന്നുള്ള രീതിയിൽ അപ്രൂവ് ചെയ്തു. ആൻഡ് ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കിനും ബോൾഷെവിക് അവിടെ അങ്ങ് സൂപ്പറായി. ബോൾഷെവിക് ഗെയിൻ ഫുൾ കൺട്രോൾ ഓവർ ദ മോസ്കോ പെട്രോഗ്രാഡ് ഏരിയ. ആ ഒരു മോസ്കോ പെട്രോഗ്രാഡിന് ഇത് നമ്മുടെ ഏരിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ മാരി സിനിമയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുമാതിരി ആ ഒരു ഏരിയ മാരിയുടെ അണ്ടറിലായിരുന്നു അല്ലെ, ആ ഒരു ഏരിയ മുഴുവൻ മാരിയുടെ അണ്ടറിലായിരുന്നു. അപ്പൊ അതുമാതിരി തന്നെ ഈ ഒരു മോസ്കോ പെട്രോഗ്രാഡ് ഏരിയ ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേനും ഫുള്ള് അതിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് ബോൾഷെവിക് ആയിരുന്നു. മനസ്സിലായേ? എന്നിട്ട് കുറച്ച് എന്താണ് അടിയിടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മോസ്കോയിലൊക്കെ ഒരുപാട് അടിയിടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിസംബർ ആയപ്പോഴത്തേനും ബോൾഷെവിക്കിന്റെ കൺട്രോളിലായിരുന്നു എല്ലാം ഈ ഒരു മോസ്കോ പെട്രോഗ്രാഡ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായേ? ആദ്യം മറ്റവരാണ് തുടങ്ങി വെച്ചത്. അവരാണ് എന്താണ് കുറച്ച് സോഷ്യലിസ്റ്റിന്റെ പത്രം വിൽക്കുന്ന ബിൽഡിങ്ങും അവരുടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ സീസ് ചെയ്തത്. പക്ഷെ അവസാനം എന്താണ് മറ്റവര് കൊണ്ടുപോയി. ഓക്കെ, ബോൾഷെവിക്സ് ആണ് അവിടെ ഫൈനലി പവർ ആയത്. പിന്നെ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നിട്ടുണ്ട്. 1850, 1880 ഡിബേറ്റ്സ് ഓഫ് ദ സോഷ്യലിസം ഇൻ റഷ്യ, അതൊക്കെയാണ് നോക്കി പോവുക കേട്ടോ. അപ്പം 3.2ഓടെ ഈ ഒരു റെവല്യൂഷൻ ഓഫ് ഒക്ടോബർ 1917 ഈ ഒരു തേർഡ് പാർട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് എല്ലാവരും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണോ അണ്ടർലൈൻ ചെയ്തത് നിങ്ങളെല്ലാവരും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് വായിക്കുക, റീഡർ നന്നായിട്ട് വായിക്കുക. നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷെ കൂടുതൽ റീഡറിൽ ഫോക്കസ് ചെയ്യുക. പോയിന്റ് പറയുന്ന അണ്ടർലൈൻ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.